നഗരസഭയിൽ ഒരു സീറ്റിൽ കൂടി എൻഡിഎയുടെ മുന്നേറ്റം. തിരുവനന്തപുരം നഗരസഭ 43 എൻഡിഎ 3 സീറ്റുകളിൽ കൂടി ലീഡ് വർദ്ധിപ്പിച്ച് LDF 43-23 15. എൻഡിഎ 43 ലീഡ് ചെയ്യുന്നു. LDF 23-ഉം UDF 15-ഉം ഒരു സ്വതന്ത്രനും. വർക്കല മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. അവിടെ LDF 16 NDA 10 എന്നുള്ളതാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു മുന്നേറ്റം വർക്കല മുനിസിപ്പാലിറ്റിയിൽ BJP നടത്തുകയാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർക്കല ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി BJP മാറ്റിയതാണ്. മുൻപ് വർക്കല BJPയുടെ ഒരു സ്വാധീന കേന്ദ്രമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ V മുരളീധരൻ ലോക്സഭയിൽ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന ഘട്ടത്തിലൊക്കെ 2ാം സ്ഥാനത്ത് വർക്കല നിയമസഭയിൽ BJP എത്തിയിരുന്നു. ആ ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വർക്കല മുനിസിപ്പാലിറ്റിയിൽ ഈ 10 സീറ്റുകളിൽ BJP നടത്തിയിരിക്കുന്ന മുന്നേറ്റം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും തിരുവനന്തപുരം നഗരസഭ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി തിരുവനന്തപുരത്തെ ലേഖകരിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. കാര്യം ഇനി 20 ഫലമാണ് അറിയാനുള്ളത്, അല്ലെങ്കിൽ ഫലസൂചനയാണ് അറിയാനുള്ളത്. 20 വാർഡുകൾ, അതിൽ പകുതിയെങ്കിലും NDA നേടിക്കഴിഞ്ഞാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി, കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി NDA BJP അധികാരത്തിലെത്തും. ഇതുവരെ ബലം പിടിച്ചിരുന്ന പല മാധ്യമങ്ങളും, ഇതുവരെ മിണ്ടാതിരുന്ന പല മുഖ്യധാരാ മാധ്യമങ്ങളും ചരിത്രം തിരുത്താൻ BJP എന്ന് സംശയിച്ച് കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. ചരിത്രം തിരുത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ കാണാത്തത് അഹങ്കാരത്തിന്റെ ആക്രോശമോ അട്ടഹാസമോ നമ്മൾ കണ്ടില്ല. ഒരു നിലയിലുമുള്ള BJP NDA നേതാക്കളിൽ നിന്ന് വളരെ സമാധാനപരമായി വികസനത്തിന്റെ അജണ്ട മുന്നോട്ട് വച്ചു. പലവിധ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും പ്രാദേശികമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അതിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോഴും അത് വോട്ടിങ്ങിനെ ബാധിക്കും, BJPയുടെ വോട്ട് ചോർന്നു പോകും, BJPയുടെ കോട്ടകൾ തകർന്നു പോകും എന്ന് പ്രചാരണം നടത്തിയവർക്കുമൊക്കെയുള്ള മറുപടി കേവലം വളരെ മിതത്വത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളായിരുന്നു മുന്നോട്ട് വച്ചതും ചർച്ച ചെയ്തതും. ഒറ്റ വിഷയം, വികസനം വികസനം വികസനം, വികസിത കേരളം, വികസിത അനന്തപുരി. ഈ മുദ്രാവാക്യം ജനം മുഖവിലക്കെടുത്തോ? അതിന്റെ കൃത്യമായ സൂചനയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രം. ഏതാനും നിമിഷങ്ങൾക്കകം 45 സീറ്റിലേക്ക് BJP ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. LDF കേവലം 22, UDF 15 എന്ന നിലയിലേക്കാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP ഉറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവുമില്ല. അതായത് കേവലം 6 സീറ്റുകളിൽ കൂടി ലീഡ് നിലയോ മറ്റോ ഉയർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒറ്റയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഭരിക്കാൻ കഴിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. 4 മാസങ്ങൾക്കപ്പുറം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ BJPയുടെ വലിയ പടയോട്ടം കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ മുന്നേറ്റം ലക്ഷ്യമിടുന്ന രാജീവ് ചന്ദ്രശേഖരനും ടീമിനും വലിയ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. ഇപ്പോൾ ശ്രീലേഖ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക് പോകാം. ആണ് ഇതിനു മുമ്പ് ഇതുപോലൊരു ലീഡ് ശാസ്താമംഗലം വാർഡിൽ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. വലിയ സന്തോഷമുണ്ട്. ആണ് BJP ലീഡ് ചെയ്ത് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഭരണം BJPക്ക് NDAക്ക് കിട്ടും ഇപ്രാവശ്യം, ഉറപ്പുണ്ട്. അത് ജനങ്ങൾക്ക് നന്ദി, നാട്ടുകാർക്ക് നന്ദി. ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. അറിയില്ല, അത് പ്രസിഡന്റ് നമ്മുടെ BJPയുടെ അധ്യക്ഷൻ തീരുമാനിക്കും. അറിയില്ല, ആരാണെങ്കിലും നന്നായിട്ട് വരട്ടെ, അത് മാത്രമേ ഉള്ളൂ. സന്തോഷം, പ്രാർത്ഥന എല്ലാം. താങ്ക് യു. വളരെ നല്ല മുന്നേറ്റം. ശാസ്തമംഗലം വാർഡിൽ വെന്നിക്കൊടി പാറിച്ച BJP NDA കൗൺസിലർ ഇലക്ട് എന്ന് നമുക്കിപ്പോൾ പറയാം, സത്യപ്രതിജ്ഞ വരെ. ഏറ്റവും പ്രധാനം ഗൗതം, ഇനി വരുന്ന ഓരോ വാർഡും, ഇനി വരുന്ന ഓരോ സീറ്റും BJPക്ക് പോലും സർപ്രൈസാണ്. വളരെ വലിയ സന്തോഷത്തിൻ്റെ സർപ്രൈസാണ്. കാര്യം ഈ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ, പലതരത്തിലുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ BJPക്ക് പോലും ഒരു സംശയം, 50 ക്രോസ് ചെയ്യാൻ പറ്റുമോ, മാജിക് ഫിഗറിലെത്താൻ പറ്റുമോ, അതോ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ള ആശ്വാസത്തിൽ നിൽക്കുമോ? അങ്ങനെയെങ്കിൽ ഒത്തുകളി വീണ്ടും നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ജനഹിതത്തെ, ജനവിധിയെ, ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഇടത് വലത് മുന്നണികളുടെ ഒത്തുകളി കാണേണ്ടി വരുമോ, മാച്ച് ഫിക്സിംഗ് കാണേണ്ടി വരുമോ എന്നുള്ളതിന് ചിത്രം വ്യക്തമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രം.